ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കല പഠിക്കാം, ജോലി നേടാം എന്നുള്ള ഒരു ഭാഗമാണ്. ഫൈൻ ആർട്സ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഇതിനെക്കുറിച്ച് നമ്മൾ കലാകാരന്മാരുടെ ഭാഷയിൽ തന്നെ പറയണം, അല്ലേ? അപ്പോൾ കല പഠിക്കാനായിട്ട് പലതരത്തിലുള്ള ലോകോത്തര നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്കറിയാം, പലർക്കും സിനിമാ പ്രാന്തന്മാരെന്നൊക്കെയും പറയും, അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാവനയുള്ള ആൾക്കാർക്കാണ് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും കുറെ നമ്മൾ പറയില്ലേ, അയാൾ കഥ എഴുതുകയാണ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറെ കാര്യങ്ങൾ അവരെ കൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. കൽക്കട്ടയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെയും ഈ പറയുന്ന പോലെയുള്ള ഒരു നല്ലൊരു ടെക്നിക്കൽ നിലവാരമുള്ള ഒരു സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഒന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ നമുക്ക് കൽക്കട്ടയിലുള്ള സത്യജിത്ത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി കേരളത്തിലേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു മലയാളി ഉണ്ട്, അല്ലേ? KR നാരായണൻ. അദ്ദേഹത്തിൻ്റെ പേരിലും KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ കുടുംബ വീട് എന്ന് പറയുന്നത് കാണാനായിട്ട് പോയി. ഇപ്പം അവിടെ നിലവിലൊരു ആയുർവേദ സെൻ്ററൊക്കെ ഉണ്ട്. ആ ഭാഗത്തുള്ള പല ആൾക്കാരും വലിയ വലിയ വീടുകളുണ്ടെങ്കിലും എല്ലാവരും നേഴ്സിംഗ് ഒക്കെ ആയിട്ട് അബ്രോഡ് പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വീടൊക്കെയും കാണാനായിട്ടുള്ളൊരു അവസരം വന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അടുത്തത് തമിഴ്നാട്ടിൽ പോകാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും MGR ആണല്ലോ സിനിമ എന്ന് പറയുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ മദ്രാസിലെ MGR ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഫിലിമായിട്ട് ബന്ധപ്പെട്ട് ആർട്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഇനി നൃത്തം, സംഗീതം, അതുപോലെ തന്നെ ചിത്രകലയും പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് തൃശ്ശൂർ ഒരു കലാമണ്ഡലം ഉണ്ട്, അല്ലേ? കേരള കലാമണ്ഡലം ഭയങ്കര ഫേമസ് ആണ്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ട് ഈവൻ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അതെ ഈ കല പഠിക്കാനായിട്ട്, കഥകളി പഠിക്കാനൊക്കെ ആയിട്ട് ആളുകൾ വരെ. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പിടി, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരു ഏണിങ്സ് ആണ്. ദുബായിലൊക്കെ പോയിട്ട് ഒരു സ്റ്റേജ് ഷോ ചെയ്ത് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് നമുക്ക് ഒറ്റ പ്രാവശ്യം കിട്ടുന്നത്. അപ്പം ഇതിനെല്ലാം തന്നെ നല്ലൊരു വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ ചെന്നൈയിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാക്ഷേത്ര ചെന്നൈ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതെ നമുക്ക് പലതരത്തിലുള്ള അവിടെയുള്ള തമിഴ്നാട്ടിലുള്ള കുറേ തരത്തിലുള്ള ഈ പറയുന്ന കുറേ ആർട്സ് ഫോംസ് ഉണ്ട്, അല്ലേ? ഇപ്പം നമ്മൾ കണ്ണൂരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെയ്യം ഒരു ആർട്ട് ഫോമാണ്. അതേപോലെ അവരുടെ നാട്ടിലുള്ള കുറേ ആർട്ട് ഫോംസ് ആണ് ഈ കലാക്ഷേത്ര ചെന്നൈയിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ഗുരു ഗോപിനാഥ് നാടക ഗ്രാമം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെയും ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് വട്ടിയൂർക്കാവിൽ ഈ പറയുന്ന ഗുരു ഗോപിനാഥ് നാടക ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാലും കിട്ടും. ഇനി നമുക്ക് കണ്ണൂരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാടായിക്കാവ് ക്ഷേത്രകല അക്കാദമി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണൂരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തെയ്യം എന്ന് പറയുന്ന കലാരൂപമാണ്, അല്ലേ? ഇതെല്ലാം നമുക്ക് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ, വേറിട്ട അല്ലെങ്കിൽ വൈവിധ്യമാർന്നിട്ടുള്ള അവസരമാണ്. മാത്രമല്ല നമുക്ക് ഏത് കാലഘട്ടത്തിൽ, ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാവുന്ന ഒന്നാണ് കല എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ക്യാമറാമാൻ ആയിട്ടുള്ള നിഖിൽ ചേട്ടൻ പറയായിരുന്നു, എറണാകുളത്തുള്ള ഒരു വ്യക്തിയുടെ അമ്മ വളരെ മനോഹരമായിട്ട് പാട്ട് പാടാണ്. വയസ്സ് 66 വയസ്സായി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പം സംഗീതം എന്ന് പറയുന്നതും കല എന്ന് പറയുന്നതിനും ഒന്നും ഒരു ടൈം ലിമിറ്റ് ഇല്ല, ഒരു ഏജ് ബൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇനി നമുക്ക് വാസ്തുവിദ്യയെ കുറിച്ച് പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറന്മുള എന്ന് പറഞ്ഞ സ്ഥലം നമുക്കറിയാം. ആറന്മുള കണ്ണാടി ഭയങ്കര ഫേമസ് ആണ്, അല്ലേ? അപ്പം അവിടെ വാസ്തുവിദ്യയെ കുറിച്ച് പഠിക്കാനായിട്ട് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലമുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് വൈവിധ്യങ്ങളായിട്ടുള്ള
ഈ ഒരു പഠന രംഗം, നൃത്തം, സംഗീതം, ചിത്രകല, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരാളുടെ ഡെവലപ്മെന്റിന് വളരെ പ്രാധാന്യമുള്ളതാണ് അല്ലേ. അപ്പൊ അത് തന്നെ ഒരു പാഷനായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പോൾ നമ്മളുടെ ഹെഡിങ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയാണ്, കല പഠിക്കാം, ജോലി നേടാം. ഓക്കെ ദെൻ, ഓൾ ദി ബെസ്റ്റ്.